ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ മൈൻഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിലും നല്ല ഇതായിട്ട് നമ്മുടെ മൈൻഡ് ഇരിക്കണമെങ്കിലും നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം. അതായത് നമ്മുടെ ഉള്ളിൽ എന്താണ് ലിമിറ്റഡ് ബിലീഫ് ഉള്ളത് അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആയി മാറ്റാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്നും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പം നെഗറ്റീവായിട്ട് തന്നെ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡാണ് നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നന്നല്ലാത്തത് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തി നിങ്ങളുടെ മനസ്സിനുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുകയും നല്ലത് ആഗ്രഹിക്കുകയും അതേമാതിരി എപ്പോഴും ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളത്, അതായത് എനിക്ക് നല്ലതേ വരൂ, എനിക്ക് എന്നെക്കൊണ്ട് എല്ലാം സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ്ങൊക്കെ എപ്പോഴും വേണം. ഇങ്ങനെ നമുക്ക് ഒരു തിങ്കിങ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ മൈൻഡ്ഫുൾനെസ്സിലൂടെ വാച്ച് ചെയ്തിട്ട്, അതായത് ചിന്തയിൽ നമ്മൾ കുടുങ്ങി പോവാതെ ഇരിക്കുമ്പോൾ നമ്മൾ കുറേ ദിവസം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത വന്നു വെച്ചാൽ ആ നെഗറ്റീവ് ചിന്ത ഇതിനൊപ്പം തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഇവഞ്ച്വലി ആയിട്ട് മാറാൻ അത് സഹായിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് ഉണ്ടാവും. ഒരു നല്ല മൈൻഡാണ് ഒരു നല്ല ജീവിതത്തിൻ്റെ ആധാരം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക.